അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 38ാമത്തെ ബാബായിട്ട് ഇന്ത്യൻ ഞങ്ങൾ വിവരിക്കുകയുണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവന് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നല്ലതിൽ നിന്ന് ചെലവാക്കണം എന്ന് കൽപ്പിച്ച് 38ാമത്തെ ബാബ് അവന്റെ പെഞ്ഞയും മക്കളൊട്ടുകയും അതുപോലെ അവന്റെ നിയന്ത്രണത്തിലുള്ളൊട്ടുകെ അള്ളാഹുടെ ത്വാഅത്ത് കൊണ്ട് കൽപ്പിക്കണം. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ തൊട്ടങ്ങളെ വിരോധിക്കണം. അങ്ക് അദബ് ഓടിപ്പാട്ടണം. തെറ്റായ കാര്യങ്ങൾ അങ്ങ് ചെയ്യുമ്പോൾ അതിരെ അങ്ങനെ തടയണം എന്ന് വിവരിക്കുന്ന ബാബായിട്ട് ഇന്നത്തെ ബാബ്. നാളെ ചാനലിന് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് അത് പഠിക്കുവാനായി 4-5 മിനിറ്റോ 10 മിനിറ്റോ നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും സന്തോഷവും അള്ളാഹു ഏറ്റിത്തരുമാറാകട്ടെ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നോക്കാം. ബാബു ഉജൂബ് അംരി അഹ്ലിഹി വ ഔലാദിഹി അൽ മുമയ്യിസീന. അവന്റെ പെഞ്ഞായിടൊട്ടുകും മക്കളൊട്ടുകും കൽപ്പിക്കൽ നിർബന്ധമാണ്. അവന്റെ നിയന്ത്രണത്തിലുള്ള മറ്റുള്ള ആൾമാരെന്നെങ്കിൽ അങ്ങനൊട്ടും കൽപ്പിക്കൽ നിർബന്ധമാണ്. അള്ളാഹുക്ക് ത്വാഅത്ത് കൊണ്ട് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധം. വനഹിയും അനിൽ മുഖാലഫത്തി, അള്ളാഹു കൽപ്പിച്ചതൊക്കെ വിരുദ്ധം ചെയ്ത് അതിനെ തൊട്ടങ്ങനെ തടയണം, അതിൽ വിരോധിക്കണം, അതും ബാബാണ്. അതിനെ സംബന്ധിച്ചുള്ള ബാബ്. അങ്ങനെ അദബ് ഓടിപ്പാട്ടണം, അതിനെ സംബന്ധിച്ചു. വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തീയലിനെ തൊട്ടങ്ങനെ തടയണം. ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ബാബായിട്ട് ഒരു മനുഷ്യരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചായിട്ട് ഒരാൾക്ക് അവൻ മഞ്ഞലാവലോട് കൂടെ അവനക്ക് ഒരു ഉത്തരവാദിത്വം, അവന്റെ പെഞ്ഞയുടെ ജവാബ്ദാരി അവനക്ക് കൂട്ടരുത്. മക്കാവലോട് കൂടെ മക്കളെ ജവാബ്ദാരി കൂട്ടരുത്. ഇങ്ങനെ മനുഷ്യക്ക് ഉത്തരവാദിത്വം കൂടിയോണ്ടുകൊണ്ട് അപ്പൊ അവന്റെ മുമയ്യിസായ മക്കൾക്ക്, തമ്മീസായ മക്കൾക്ക് അങ്ങനൊട്ട് അള്ളാഹുടെ ത്വാഅത്ത് കൊണ്ട് കൽപ്പിക്കണം. നിസ്കാരം 7 വയസ്സോട് കൂടെ മക്കളെ തമ്മീസാവുള്ളൂ. 7 വയസ്സോട് കൂടി നിസ്കാരത്തെ പഠിപ്പിക്കണം. 10 വയസ്സോട് കൂടി നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിമായ മനുഷ്യക്ക് നിർബന്ധമായിട്ട് അവൻ ചെറുതിൽ തന്നെ അള്ളാഹുടെ മഹബത്ത് മക്കളെ കൽബിലുണ്ടാക്കി കൊടുക്കുക. ഇതായിട്ട് ആദ്യമായി മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അള്ളാഹുടെ സ്നേഹം, അള്ളാഹുടെ പിർസം അങ്ങനെ കൽബിലുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു, ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു, ഞങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹു. ഇങ്ങനെയുള്ളവർ അള്ളാഹു എന്നുള്ളൊരു മഹബത്ത്, ആ പിർസം, അല്ലാണ്ട് ദേഷ്യമല്ല, അള്ളാഹുടൊട്ടിക്കുള്ള പിർസമായിട്ട് ഞങ്ങളെ മക്കളെ കൽബ് ഞങ്ങൾ ഇട്ടുകൊടുക്കേണ്ടത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും മക്കളെ കൽബിൽ പത്തി പിടിക്കുമ്പോൾ ചെറുതിൽ തന്നെ ഞങ്ങൾ ഇട്ടുകൊടുക്കണം. അത് മായാണ്ട് അവിടെ നിൽക്കണം. റസൂലിനൊട്ടുള്ള മഹബത്ത്, അള്ളാഹുടൊട്ടിക്കുള്ള മഹബത്ത്, ഔലിയാക്കന്മാരൊട്ടുള്ള മഹബത്ത്, ആലിമീങ്ങളൊട്ടുള്ള മഹബത്ത്. അപ്പൊ അള്ളാഹുടൊട്ടുള്ള പിർസായിട്ട് പ്രഥമമായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ വിലയമ്പത്ത് അങ്ങ് വെല്യായി പറമ്പത്തുക അള്ളാഹു കൽപ്പിച്ച നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തത്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ദൂരത്തവിടെ. അപ്പൊ ഇതെല്ലാം ഞങ്ങള് മാതാപിതാക്കളായ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അപ്പൊ ഇത് ആര് കേൾക്കണം എന്നുള്ളത്, ഇത് ഇനി മഞ്ഞളവിടെ അങ്ങായിട്ട് ആലോചന ആക്കേണ്ടത്. ബയസരങ്ങ കേട്ടിട്ട് അങ്ങ് മക്കായിട്ട് പുള്ളിയായിട്ടല്ല ഇത്. അതേ സമയത്ത് ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടത് ആറ് കേട്ടെങ്കിൽ നല്ല ശരിയ പ്രായത്തുള്ള ആൾമാറായിട്ട് മഞ്ഞളാവുടങ്ങ മഞ്ഞളായങ്ങ. ഇപ്പൊ റീസണില് ഇപ്പൊ ചെറിയ മക്കള അല്ല ഉണ്ടാവുടങ്ങ അത്തരം ആൾക്കാരായിട്ട് ഞാൻ എന്താക്കേണ്ടത്, ഇത്തരം വിഷയങ്ങൾ കൂടുതൽ അറിയേണ്ടത്. ഈ വിഷയങ്ങളൊക്കെ അങ്ങക്ക് കിട്ടില്ല എന്നതായിട്ട്. അപ്പോൾ ഈ വിഷയങ്ങളും ഇത് സംബന്ധപ്പെട്ട ട്രെയിനിങ് അങ്ങക്ക് കിട്ടില്ല. ജീവിതം എന്നുള്ളത് അത് വലിയ ഒരു ഒരു യാത്ര ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ മുന്നോട്ട് സഞ്ചരിച്ചു പോയ ഞങ്ങളെ ബഹസ്രങ്ങളുള്ളതാണ്. അങ്ങ് ചൊല്ലത് കുറെ പാട്ടായിട്ടിരിക്കണം. ഞങ്ങൾക്ക്
അങ്ങ് അനുഭവിച്ചിട്ടായിട്ട് ചൊല്ലത്. അപ്പൊ ഞങ്ങൾ ഇരിയങ്ങളെ അനുസരിക്കണം, ഇരിയങ്ങ ചൊല്ലത് കാതു കൊടുക്കണം. ഞാനിപ്പ ചൊല്ലത് ഞങ്ങളെ മക്കൾക്ക് അള്ളാഹുടെ പിർസ ഇത് പ്രഥമമായി ഞങ്ങൾ ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇനി കൊണ്ട കാലങ്ങളിൽ ഞങ്ങളെ വിഷയത്തെ ഞങ്ങൾ കിടക്കുക. ഇതിൽ ഒന്നാമതായി കൊണ്ടുവന്ന് ഖാലല്ലാഹു തആല വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. സൂറത്തു താഹയിലെ 132 ആയത്ത്. നബിയെ നിങ്ങളെ പെഞ്ഞൈമാറോട്ടു നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, അല്ലെ പെഞ്ഞൈ മക്കളോട്ട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, ആ നിസ്കാരത്തെ മേലെ സബർ എടുക്കണം. അപ്പൊ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിസ്കാരത്തെ മേലെ സബറും വേണം. ഇത് രണ്ട് എന്തെങ്കിലും ഇത് കൽപ്പിച്ചിട്ടെങ്കിൽ ഈ സബർ എന്തിരിക്കും? സബറും ചൊല്ലത് മരിച്ചവിടെ മാത്രമല്ല സബറും ചൊല്ലത് ഒരു മനുഷ്യ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അവന് സബർ വേണം, നിസ്കരിക്കണമെങ്കിൽ അവനക്ക് സബർ വേണം. അപ്പൊ ആ സബർ കൊണ്ട് കൽപ്പിച്ചത് എന്ത് കേട്ടെങ്കിൽ മഹാന്മാരൊക്കെ ഇത് വിശദീകരണത്തിൽ ചൊല്ലതായിട്ട് കാണാം. ഒരു മനുഷ്യൻ ശരിയായ നിലക്ക് നിസ്കരിച്ചാൻ കണ്ടെങ്കിൽ മറ്റുള്ള ഇബാദത്തുകളൊക്കെ അവനക്ക് ഈസി ആയിട്ട് ചെയ്യുകയുള്ളൂ. നിസ്കാരമേ അവൻ്റെത് ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടായിട്ട് മനുഷ്യർക്ക് ഒരു 10 മിനിറ്റുള്ള നിസ്കാരം വളരെ ദിനമുള്ള കാര്യമായിട്ട് കാണേ. കാരണം ഒരു മനുഷ്യൻ നിസ്കരിച്ചെങ്കിൽ ശരിയായ നിലക്ക് നിസ്കരിച്ചാൻ കണ്ടെങ്കിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, പിന്നെ അവനിൽ നിന്ന് തപ്പോ ദോഷങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പൊ നിസ്കാരം ശരിയാവാത്തത് കൊണ്ടായിട്ടില്ല. ഇപ്പൊ നിസ്കാരം ശരിയാവണമെങ്കിൽ സബർ വേണം. ആ സബർ എന്തെങ്കിലും നിസ്കാരം ശരിയാവിടെ. അപ്പൊ നിസ്കാരം ശരിയായെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾ തനിയെ ഉണ്ടാവും, മറ്റുള്ള ആരാധകങ്ങൾ തനിയെ ഉണ്ടാവും. ഈ ആയത്തിന്റെ ബാക്കിയുണ്ട് ഇവിടെ. ഇപ്പൊ ഈ ഇതിൽ തോന്നിട്ടില്ല. ഈ ആയത്തിന്റെ ബാക്കി എന്തേ? ലാ നസ്അലുക റിസ്കൻ, നീറോട്ട് ഞങ്ങൾ റിസ്ക് കേൾക്കില്ല. നഹ്നു നർസുഖുക, ഞങ്ങൾ റിസ്ക് തണ്ട. വലാഖിബത്തുൽ തഖ്വ, തഖ്വ എല്ലാം കായിട്ടിക്കട അവസാനം ഇതിലപ്പുറം വിശദീകരിച്ചതായിട്ടിരിക്കണം. അപ്പോ എന്തായിട്ടിക്കട ഒരു മനുഷ്യൻ ശരിയായ നിലക്ക് നിസ്കരിച്ചാൽ കണ്ടെങ്കിൽ ആ നിസ്കാരം അവൻ നിസ്കരിക്കലോടുകൂടെ അവനക്ക് ഞങ്ങൾ റിസ്ക് തണ്ടാണ്ട് അള്ളാഹു തആല ചെന്നെ. റിസ്ക് ചൊല്ലത് ചോറ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും വേണ്ടതൊക്കെ ഞങ്ങൾ തണ്ട അള്ളാഹു ഏറ്റെടുത്തതായിട്ട്. അപ്പൊ നിസ്കാരം കൃത്യമായി സമയത്ത് നിസ്കരിക്കുമ്പോൾ ഒരു മനുഷ്യൻ നിസ്കരിച്ചാൻ കണ്ടെങ്കിൽ അല്ലാഹു തആല അവനക്ക് വേണ്ടതെല്ലാം വേണം പോലെ കൊടുക്കുക എന്നുള്ളത് ആയത്ര ബാക്കി ഭാഗമായിട്ടിരിക്കണേ. അപ്പോൾ ഞങ്ങളൊരു ഉത്തരവാദിത്വത്തെ കുറിച്ചായിട്ട് ഇതിൽ ചൊന്നത് നിങ്ങൾ നിസ്കാരം കൊണ്ട് നിങ്ങളെ പെഞ്ഞായ മക്കളോട്ട് കൽപ്പിക്കണം എന്നുള്ളത്. രണ്ടാമത് അതിൽ സബർ എടുക്കണം, സബറും വേണം. കാരണം നിസ്കാരം ശരിയാവണമെങ്കിൽ സുജൂദിൽ 3 തസ്ബീഹ് ചൊല്ലണമെങ്കിൽ, ദിക്റിൽ റുക്കൂൽ 3 തസ്ബീഹ് ചൊല്ലണമെങ്കിൽ, അത്തഹിയാത്ത് കംപ്ലീറ്റ് ഓതണമെങ്കിൽ, സൂറത്ത് ഓതണമെങ്കിൽ, വജ്ജാത്ത് ഓതണമെങ്കിൽ, ഇതൊക്കെ ചില സമയം പിടിക്കില്ല, വലിയൊന്നുമല്ല. അപ്പോ നീ നോക്കൊരു സാധാരണ നിസ്കാരം അല്ലാത്ത വിഷയത്തിൽ 1/2 ഗಂಟ 1 ಗಂಟೆ വേണമെങ്കിൽ ചെലവാക്കണം. അത് മൗലിദ് ഓതിർതാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കിർതാവട്ടെ, അല്ലെങ്കിൽ ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുന്നതാവട്ടെ, ഏത് വേണമെങ്കിലും ആവട്ടെ 1/2 ಗಂಟೆ 1 ಗಂಟೆ 2 ಗಂಟೆ വേണമെങ്കിൽ അതിൽ ദിക്റാറ്. പക്ഷേ 10 മിനിറ്റുള്ള നിസ്കാരത്ത് ശരിയായ നിലക്കൊന്നും നിസ്കരിക്കാൽമാരെ കിട്ടില്ല. എന്തുകൊണ്ട് കേട്ടെങ്കിൽ ഈ നിസ്കാരം ശരിയായെങ്കിൽ മറ്റുള്ളതെല്ലാം തനിയെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിസ്കാരം ശരിയാവാത്തത് കൊണ്ടായിട്ട് ഞങ്ങൾ എന്താവില്ല, ഞങ്ങക്ക് പിന്നെ എത്ര ദ്വാരന്നിട്ടും വരുന്നത്രയൊക്കെ ഉണ്ടാക്കി പടച്ചോൻ തന്നിട്ടില്ല ചൊല്ലുകയില്ല. ഞങ്ങൾ നിസ്കാരം ഒന്ന് കറക്റ്റായിട്ട് നിസ്കരിച്ചാൽ കണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം തനിയത് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ എന്താക്കണം? നിസ്കാരം ഒന്ന് കൃത്യമായി നിസ്കരിക്കണം. ഇതിന്റെ വിശദീകരണത്തിൽ കാണാം, ഈ ആയത്തിൽ വിശദീകരിച്ചതൊക്കെ ചൊന്നതായിട്ട് വിശദീകരിച്ചതായിട്ട് കാണാം. കാരണം അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നിസ്കാരം എന്നുള്ളത് വലിയ ദിനമായിട്ട് കാണും. ഭയഭക്തിയോട് നിസ്കരിക്കാനായിട്ട് ഇല്ല എന്നുള്ള അങ്കതൊരു ഹോബി ആയിട്ടിരിക്കുന്നത് നിസ്കാരം ചൊല്ലിയത് നമുക്കൊരു സന്തോഷത്തെ വിഷയം. അപ്പൊ അതുകൊണ്ടിട്ട് ഈ നിസ്കാരത്തെ വിഷയത്തിൽ വലിയ ഗൗരവം എടുക്കണം. ഞങ്ങളെ വിഷയം ഇവിടെ നീരെ പെഞ്ഞായി മക്കളോട്ട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുറം ചൊന്നു. സൂറത്ത് തഹരീമിൽ ചൊന്നത്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെ ശരീരത്തെയും നിങ്ങളെ പെഞ്ഞായി മക്കളെ ശരീരത്തെ നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തോളണം. അപ്പൊ നിങ്ങൾ മാത്രം രക്ഷപ്പെടുത്തലല്ല, നിങ്ങളെ ശരീരത്തെ മാത്രമല്ല, നിങ്ങളെ പെഞ്ഞായി മക്കളും കൂടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, കാത്തോളണമെന്ന് അള്ളാഹു തആല ചൊന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിട്ട് അള്ളാഹു ഞങ്ങളിട്ട് തന്നത്. അപ്പൊ ഒരു മനുഷ്യ ബാപ്പാവലോട് കൂടെ മഞ്ഞളാവലോട് കൂടെ അവന്റെ പെഞ്ഞയുടെ ഉത്തരവാദിത്വം, മക്കാവലോട് കൂടെ മക്കളെ ഉത്തരവാദിത്വം,
ഇങ്ങനെ ഉത്തരവാദിത്വം മനുഷ്യർക്ക് കൂടിയുണ്ട് കൊണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ആഖിറത്തിൽ ചോദ്യമുണ്ട്. ഇനിയുള്ള അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകളെല്ലാം ഉണ്ട്. അള്ളാഹു ഞങ്ങളെ മക്കളൊക്കെ സാലിഹ്യങ്ങളിൽപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, മറ്റുള്ള ആൾമാർക്കെതിരെ ഫോർവേഡ് ആക്കുക, അതുപോലെ നിങ്ങൾ സ്റ്റാറ്റസിൽ ഇട്ടിട്ടും പ്രചരിപ്പിക്കുക, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു കാതു കൊടുക്കുക. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.